നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ റംബൂട്ടാൻ്റെ ഒരു ചെറിയൊരു കാര്യം പറയാനായിട്ട് വന്നതാണ്. നമ്മളുടെ പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇത് എല്ലാം തളിരിട്ടുണ്ട്. എല്ലാവർക്കും കാണാം, കംപ്ലീറ്റ് പ്രൂണിങ് കഴിഞ്ഞ മരങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇവിടെയൊക്കെ കാണാം, എല്ലാം തളിരിട്ടു. ഇപ്പോൾ ഏകദേശം നമ്മൾ ജൂലൈ അവസാനമാവുന്നു, ജൂലൈ 22-ാം തീയതി. അപ്പോൾ മരങ്ങൾ ഇനി നമ്മൾ ഓൾറെഡി ഡോളമൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വളം ഇട്ട് കൊടുക്കണം. അതിന് മെയിനായിട്ട് നമ്മൾ കോഴിവളമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം കൂടി ഉള്ളത്, നമ്മളിതിൻ്റെ ഈ മരങ്ങൾ 7-6 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് മരങ്ങൾ എടുത്തു കളയാണ്. കാരണം ഇത് കൂട്ടിമുട്ടി തുടങ്ങി. അപ്പോൾ 1-2 മരങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നിന്നൊരു മരം നമ്മൾ എടുത്തു ഓൾറെഡി. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എടുത്തില്ലെങ്കിലുള്ള പ്രശ്നം ഉണ്ട്. നമുക്ക് ഈ സൈഡ് നോക്കിയാൽ അറിയാം. ഈ സൈഡ് കൊമ്പുകളൊന്നും ഇങ്ങോട്ട് വളരില്ല, എല്ലാം തെങ്ങി നിൽക്കും. ഈ സൈഡും അതുപോലെ തന്നെ. അപ്പോൾ ഈ എല്ലാ മരങ്ങൾക്കും ഇങ്ങോട്ട് വളരാനുള്ളൊരു സ്പേസ്, നല്ലൊരു സ്പേസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇപ്പം നമ്മൾ ഒരു 6 വർഷമൊക്കെ കുറച്ച് അടുത്ത് നിൽക്കുന്ന മരങ്ങളാണെങ്കിൽ ഒരു 6 വർഷം ആകുമ്പോഴേക്കും എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് മരങ്ങൾ എടുത്ത് കളയണം. അല്ലെങ്കിൽ നമുക്ക് വിളവ് കുറവായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മരം ഒന്നുകൂടി വലുതാവും, നമുക്ക് വിളവ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. അപ്പോൾ അതിൻ്റെ പണികളാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൂണിങ്ങിൻ്റെ ലെവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് തളിരിട്ടതൊക്കെ കാണിച്ചു. ഇനിയിപ്പോൾ കോഴിവളം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു 15 ദിവസം ഓൾറെഡി ഇപ്പോൾ ഡോളമൈറ്റ് ഇട്ടിട്ട് ഒരു 10-15 ദിവസമായി. ഇനിയിപ്പോൾ അടുത്ത് തന്നെ നമ്മൾ കോഴിവളം ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ കുറച്ച് എല്ലുപൊടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസത്തിന് ശേഷം നമ്മൾ NPK ഒരു 700-800 ഗ്രാം NPK ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കാണിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്കുകളാണ് നടക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ് മെയിനായിട്ട് കളയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടോ, നല്ലൊരു ഗ്യാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും മരങ്ങൾക്ക് നന്നായി പന്തലിച്ച് വളരാനുള്ള സ്പേസ് ഉണ്ട്. ഈ മരങ്ങളൊക്കെ ഈ സൈഡിലേക്ക് കൊമ്പുകൾ വളരെ കുറവാണ്. നല്ല കൊട പോലെ വന്നോളും. ഇത് കുഴപ്പമില്ല, ഇതിന് അത്യാവശ്യം സ്പേസ് ഉള്ള കാരണം ഇത് നല്ല കൊട പോലെ നിൽക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടം വരാനില്ല, ലാഭം മാത്രമേ ഉണ്ടാവൂ. കാരണം 2 മരത്തിൽ നിന്ന് കിട്ടുന്നത് ആ ഒരു മരത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ട് ആരും മടി വിചാരിക്കേണ്ട. കൂടുതൽ തെങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കുന്ന ഒരു മരം എടുത്തു കളയുന്നത് ഏറ്റവും നല്ലതാണ്. റംബൂട്ടാൻ ചെടികൾക്ക് പ്രധാനമായിട്ടും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം. ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ആ സൈഡ് കായ്ക്കില്ല, അതുപോലെ ആ സൈഡിൽ കൊമ്പുകൾ ഉണ്ടാവില്ല, ശിഖരങ്ങൾ ഉണ്ടാവില്ല. അപ്പം ഈ മരം പന്തലിച്ച് വളരില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു, മരങ്ങൾക്ക് ഈ സൈഡിൽ നിന്നൊക്കെ വളർച്ചയില്ല, ഈ സൈഡിൽ നിന്നൊക്കെ വളർച്ച കിട്ടില്ല നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് നമ്മൾ അതുകൊണ്ടാണ് എടുത്തു കളയുന്നത്. എല്ലാവർക്കും മരം വെട്ടാനൊരു പ്രയാസം ഉണ്ടാവും. നമ്മൾ മാക്സിമം ഒരു 40 അടി അകലം ഒരു 6-7 വർഷമായി കഴിയുമ്പോൾ വേണം മരങ്ങൾ തമ്മിൽ. എന്നിരുന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയുടെ ബൈ.